കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പല പദ്ധതികളും കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ തന്നെ കേരളത്തിൻ്റെയും മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം പദ്ധതികളെല്ലാം തന്നെ തങ്ങളുടേതാക്കി മാറ്റാനുള്ള ഇല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങളുമായി മുന്നോട്ട് വരാനാണ് UDFും LDFും ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും എറണാകുളം പോലെ ഒരു മെട്രോ നഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ വികസനമായാലും കൊച്ചി മെട്രോയുടെ വികസനമായാലും ഒപ്പം തന്നെ റോഡുകളും പാലങ്ങളും ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികളാണെന്നിരിക്കെ UDF അവകാശപ്പെടുന്നത് അത് അവരുടെ നേട്ടങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വോട്ടർമാരായ ജനങ്ങൾ MP എന്തു ചെയ്തു എന്ന കാര്യത്തിൽ തീർച്ചയായും ഒരു വിലയിരുത്തൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എറണാകുളത്ത് നിന്നുള്ള റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് വീണ്ടും അങ്കത്തട്ടിലുള്ള ഹൈബി ഈഡൻ താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് വോട്ടർമാരെ ഒരിക്കൽ കൂടി കാണാനെത്തുന്നത്. കൃത്യമായ എണ്ണി പറയാവുന്ന നിരവധി വികസന നേട്ടങ്ങൾ താൻ ഇവിടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയെന്ന് ഹൈബി കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു. ഹൈബി, വികസന നേട്ടങ്ങൾ മുൻനിർത്തിയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഹൈബി, എന്തെല്ലാമാണ് പ്രധാനമായും ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ 5 വർഷക്കാലം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? ഒരു MP എന്നുള്ള രീതിയിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് MP യുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ വരുന്ന, ഒരിക്കലും ഒഴിച്ചുകൂടാൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ പറ്റാത്തത് റെയിൽവേ, നാഷണൽ ഹൈവേ വികസനമാണ്. അതിൽ ചരിത്രത്തിലാദ്യമായി എറണാകുളം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് 300 കോടി രൂപയാണ്, 444 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ചെയ്തപ്പോൾ 300 കോടി രൂപ എറണാകുളം ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി കൊച്ചി മെട്രോ റെയിലുമായി കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേഷനായി അത് മാറുകയാണ്. മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അതിന് 150 കോടി രൂപയാണ് ചെലവഴിച്ച് ഈ 2 സ്റ്റേഷനുകളിലും കാർ പാർക്കിംഗ്, ഓട്ടോമേറ്റഡ് കാർ പാർക്കിംഗ് സംവിധാനം സൗത്തിലും മാനുവൽ കാർ പാർക്കിംഗ് സംവിധാനം, മൾട്ടി പാർക്കിംഗ് സംവിധാനം നോർത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ MP ഫണ്ടിൽ നിന്ന് തന്നെ 75 ലക്ഷം രൂപയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടി കൊടുത്തു. ഇപ്പോൾ അമൃത് ഭാരത് സ്കീമിൽപ്പെടുത്തി 10.5 കോടി രൂപയുടെ വികസന പദ്ധതികൾ അവിടെ നടക്കണം. റെയിൽവേയുടെ ചരിത്രത്തിൽ ഇത്രയും അധികം പദ്ധതികൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് നാഷണൽ ഹൈവേ NH66ൻ്റെ പ്രവർത്തനം പോലെ തന്നെ സമാന്തര ബൈപ്പാസ്, കുണ്ടന്നൂർ അങ്കമാലി സമാന്തര ബൈപ്പാസിൻ്റെ 3A നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷമുള്ള മറ്റ് കൊച്ചി തേനി ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. MP ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് അംഗൻവാടികൾ, എല്ലാ പഞ്ചായത്തിലും ഒരു സ്മാർട്ട് അംഗൻവാടി എന്നാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അത് MP ഫണ്ട് കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ പറ്റില്ല, മറ്റ് ആളുകളുടെ സഹായത്തോടു കൂടി CSR കൂടി സ്വരൂപിച്ച് പൂർത്തീകരിക്കാൻ. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് എറണാകുളം MP ഹൈബി ഈഡൻ അവകാശപ്പെടുമ്പോൾ അതിൽ പലതും കേന്ദ്ര പദ്ധതികൾ അടക്കം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് എന്ന വാദമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി അതിനെ പ്രതിരോധിക്കുകയാണ് BJP നേതൃത്വം. മാത്രമല്ല, കൂടുതലും നടപ്പിലാകാത്ത പദ്ധതികളായിരുന്നു, പാഴ്വാക്കുകളായിരുന്നു എന്ന് തന്നെയാണ് ഹൈബിയുടെ എതിരാളികൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഷൈജു, അദ്ദേഹം എങ്ങനെയാണ് ഈ ഹൈബിയുടെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഹൈബി ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്, താൻ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ മുൻനിർത്തിയാണ് തന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ BJP എങ്ങനെയാണ് ഹൈബിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ അവകാശവാദം ഉന്നയിക്കുക സ്വാഭാവികമാണ്. പക്ഷെ ഇത്രയും കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഒരാൾ എറണാകുളത്തെ ബഹുമാനാളുടെ MPയെ കവച്ചു വെക്കാൻ വേറെ ആരുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം അദ്ദേഹത്തിൻ്റെ വലിയ മേന്മയെ അദ്ദേഹം എടുത്തു കാണിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും കൊണ്ടുവരാത്ത വികസനമാണ് ഇന്ന് എറണാകുളം നോർത്തിലും സൗത്തിലും ഉണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നിലവാരത്തിലേക്ക് നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ വികസിക്കുകയാണ്. 5 കോടി രൂപയിലധികം ഒരു കാലത്തും ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരു കാലത്തും 5 കോടി രൂപയിലധികം ഒരു പ്ലാറ്റ്ഫോമിലും ഒരു റെയിൽവേ സ്റ്റേഷനിലും
വികസന പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടില്ല. ഇവിടെ എന്ത് വികസനമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്? ഈ എറണാകുളം എന്ന് പറയുന്നത് തീരപ്രദേശവും ഇടനാടും മലനാടും ഒക്കെ അടങ്ങുന്ന പ്രദേശമാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. തീരദേശവാസികൾ, ഞാനിപ്പോൾ റെയിൽവേ വികസനം പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ഒരു ചാനലിൽ കണ്ടതുകൊണ്ട് അത് സൂചിപ്പിക്കാൻ കാരണം, ഇപ്പോൾ തീരദേശവാസികൾ വൈപ്പിൻ, ചെല്ലാനം, പറവൂർ ഉൾപ്പെടെയുള്ള തീരദേശവാസികൾ ഇന്നും ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞ് അവർ ഇന്നിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യുന്ന ഗതികെട്ട ഒരു ജനത വേറെ എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? പേരണ്ടൂർ കനാൽ ഇന്നും മലീമസമായിരിക്കും, അത് നവീകരിക്കുമെന്ന് പ്രഖ്യാപനമാണ് ഈ ഹൈബിയുടെ. അദ്ദേഹത്തിൻ്റെ വീടിന് സമീപനമാണ് ഈ പേരണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. കൊച്ചി മഹാനഗരത്തിൽ അരമണിക്കൂർ മഴ പെയ്താൽ അരക്കൊപ്പം വെള്ളമാണ്. അത് പരിഹരിക്കാൻ എന്ത് പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ കുടിവെള്ള ക്ഷാമം, മാലിന്യ പ്രശ്നം, അത്തരം കാര്യങ്ങളിൽ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾ പലപ്പോഴും പൈസ കൊടുത്ത് ടാങ്കർ ലോറിക്ക് വെള്ളമടിക്കുന്ന ആളുകളാണ്. അവരുൾപ്പെടെയുള്ള ആളുകൾ കുടിവെള്ളം കിട്ടാക്കനിയായി കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടുള്ള പ്രദേശം എറണാകുളം നഗരത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇതിനാരാ പരിഹാരം കാണേണ്ടത്? കുടിവെള്ളത്തിന് വേണ്ടി ഗ്രാമങ്ങൾ, പല തീരദേശ ഗ്രാമങ്ങളിലും പല പ്രദേശങ്ങളിലും നിന്ന്, നമ്മുടെ ഈ ഇളമക്കര പോലെയുള്ള പ്രദേശങ്ങളിൽ, കുന്നുംപുറം പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുടിവെള്ളമില്ല. ഞാനീ പറയുന്ന ഈ സമയത്ത് കുടിവെള്ളമില്ല. ഇവർ വലിയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പറയുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്ത് പരിശ്രമമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്? എറണാകുളം മഹാനഗരത്തിൽ ജനിച്ച് വളർന്ന് ഇപ്പോൾ MP ആയി മുന്നോട്ട് പോകുന്ന അദ്ദേഹം എന്ത് സമീപനമാണ് ഈ മാലിന്യം നീക്കം ചെയ്യുവാൻ വേണ്ടി എന്ത് സമീപനമാണ് MP എന്ന നിലക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? പരസ്യമായിട്ടൊരു വെല്ലുവിളിക്ക് BJP ജില്ലാ അധ്യക്ഷ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഇത്തരത്തിൽ ഹൈബി ഈഡൻ എണ്ണി പറഞ്ഞ അവകാശവാദങ്ങളെ ഓരോന്നും കൃത്യമായി തന്നെ ഖണ്ഡിക്കുകയാണ് കെ ഷൈജു അടക്കമുള്ള നേതാക്കൾ. സാധാരണ ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നും തന്നെ MP ഇടപെടുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയുടെ വിഷയങ്ങളാണെങ്കിലും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം, കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ അത്തരം ജനവിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന MP എന്ത് അവകാശവാദമാണ് അത്തരത്തിൽ ഒരാൾക്ക് നൽകാൻ കഴിയുക എന്ന് കൃത്യമായി തന്നെ മറുഭാഗം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവകാശവാദങ്ങളെ ഇത്തരത്തിൽ തന്നെയാണ് എതിർഭാഗം ശക്തമായി എതിർക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ മനു കൃഷ്ണനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.